ആഗസ്റ്റ് 4-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ആദ്യത്തേത് ഗാന്ധി കിങ് സ്കോളർലി എക്സ്ചേഞ്ച് ഇനീഷ്യേറ്റീവും അത് നേരിടുന്ന ചാലഞ്ചസുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ഗാന്ധി കിങ് ഫൗണ്ടേഷൻ പ്ലാനും, എന്താണ് അത് FCRA ഫോറിൻ റെഗുലേഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ട് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ചാലഞ്ചസ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4 വർഷം മുമ്പാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലുമായിട്ട് ഈ ഒരു ഗാന്ധി കിങ് സ്കോളർലി എക്സ്ചേഞ്ച് ഇനീഷ്യേറ്റീവ് സൈൻ ചെയ്തിട്ടുണ്ട്. ഗാന്ധി എന്ന് പറയുന്നത് നമ്മുടെ മഹാത്മാഗാന്ധിയാണ്, കിങ് എന്ന് പറഞ്ഞാൽ മാർട്ടിൻ ലൂതർ കിങ് ആണ്. അപ്പോൾ രണ്ട് രാജ്യങ്ങളുടെയും, അതായത് അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്ന ആളാണ് മാർട്ടിൻ ലൂതർ കിങ്, അതേസമയത്ത് ഗാന്ധി എന്നറിയപ്പെടുന്നത് നമ്മുടെ മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ ഈ രണ്ട് പേരെയും തമ്മിലുള്ള സ്റ്റഡീസിനെ കുറിച്ച് മെച്ചപ്പെടുത്തുക, അതുവഴി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള കൾച്ചറൽ ടൈസിനെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു ഇനീഷ്യേറ്റീവിൻ്റെ ഉദ്ദേശമായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ആ ഒരു ഹിസ്റ്ററിയും ലെഗസിയും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറും അതുപോലെ മഹാത്മാഗാന്ധിനെയും കുറിച്ചുള്ള സ്റ്റഡീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ 4 വർഷം മുന്നേ സൈൻ ചെയ്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഫണ്ട് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കൺസേൺസ് കാരണം ഇത് ഒരുപാട് ചാലഞ്ചസ്, ഹേർഡിൽസ് നേരിടുന്നുണ്ട് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ട ചാലഞ്ചസ് ആണ്. ഇതാണ് ഈ ഒരു ഇനീഷ്യേറ്റീവിനെ ഫണ്ട് ചെയ്യുന്നതിന് തടസ്സം നിൽക്കുന്നതായിട്ടുള്ളത്. ഏകദേശം 335 കോടി രൂപയുടെ ഫണ്ടിങ് ആണ് ഈ ഒരു പ്രോഗ്രാമിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ബട്ട് ഈ ഒരു ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ട ചാലഞ്ചസ് കാരണം അത് ഹോൾഡ് ആണെന്ന് ഓർത്തുക്കാം. അപ്പോൾ എന്താണ് ഈ ഒരു ഗാന്ധി കിങ് സ്കോളർലി എക്സ്ചേഞ്ച് ഇനീഷ്യേറ്റീവ് എന്ന് നോക്കാം. അപ്പോൾ ആക്ച്വലി ഇതിൽ 3 സ്റ്റേജസ് ആയിട്ടാണല്ലോ. ഒന്ന് എക്സ്ചേഞ്ച് പ്രോഗ്രാമാണ്, അതായത് 2021 കൊണ്ടുവന്ന ഈ പ്രോഗ്രാമിൽ ഇതിൽ 20 സ്കോളേഴ്സിനെ എന്ത് ചെയ്യും, ഇന്ത്യ അമേരിക്കയിലേക്കും അമേരിക്ക ഇന്ത്യയിലേക്കും അയക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഈ ഇവർക്കുള്ള ഫണ്ടിങ്ങും മറ്റുമൊക്കെ നടത്തും. ഇവർ അമേരിക്കൻ ഗാന്ധിയെക്കുറിച്ച് പഠിക്കും, അതുപോലെ തന്നെ ഇന്ത്യൻ ഗാന്ധിയെക്കുറിച്ചും പഠിക്കും എന്നുകൂടി ഓർത്ത് വെക്കാം. അതുപോലെ ഒരു ഗ്ലോബൽ അക്കാദമി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വാഷിങ്ടണിൽ US ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പീസ് എന്ത് ചെയ്യും, ഒരു ഗ്ലോബൽ അക്കാദമി ക്രിയേറ്റ് ചെയ്യും ഈ ഒരു സ്റ്റഡീസുമായി ബന്ധപ്പെട്ട്. അതുപോലെ ഗാന്ധി കിങ് ഡെവലപ്മെൻറ്റ് ഫൗണ്ടേഷൻ ഫോം ചെയ്യും. ഈ ഒരു ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട പ്രോസസ്സാണ് ഇപ്പം ഭയങ്കരമായിട്ട് സ്ലോ ആയിരിക്കുന്നത്. ബിക്കോസ് അതിൻ്റെ ആ ഒരു ഫണ്ടിങ്, അതിൻ്റെ മെക്കാനിസത്തിൻ്റെ സ്കോപ്പ് തുടങ്ങിയതിൻ്റെ മേലെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൻ്റെ പരിധിയിൽ ഒരു നിയന്ത്രണത്തിൽ ഇത് പെട്ടുപോയിരിക്കുന്നതെന്നും കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട്. അപ്പോൾ എന്താണ് ഈ ഒരു ഗാന്ധി കിങ് സ്കോളർലി എക്സ്ചേഞ്ച് ഇനീഷ്യേറ്റീവ്? ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള റിലേഷനിൽ നമുക്കിതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഫണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ചാലഞ്ചസ് ആയിട്ട് പറയാം എന്നുകൂടി ഓർത്ത് വെക്കാം. അപ്പോൾ ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് 2021 സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ സെക്യൂരിറ്റി അഡ്വൈസറും അവരുടെ അമേരിക്കൻ കൗണ്ടർ പാർട്ടുമായിട്ട്. അതിനുശേഷം ഈ ഒരു മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലെ പ്രിലിമിനറി ഡിസ്കഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് US-ൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ഒരു ക്ലിയറൻസ് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെയും അതുപോലെ തന്നെ US-ൻ്റെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ചെയ്യുന്നതാണ് USAID എന്ന് വിളിക്കും. US ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെൻറ്റ്. അന്താരാഷ്ട്ര രാജ്യങ്ങളിൽ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള US-ൻ്റെ ഗ്രൂപ്പാണ് USAID എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് ഈ ഒരു ഫൗണ്ടേഷനും അതുമായി ബന്ധപ്പെട്ടുള്ള കോൺട്രാക്റ്റ് ഒപ്പിടുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത്രേ എന്നുകൂടി ഓർത്തു. അതായത് 3 വർഷമായിട്ടും കാര്യമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ല എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട്. അടുത്തത് ഇന്ത്യൻ അഗ്രികൾച്ചർ വളരെയധികം ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട് എന്നാണ് പ്രധാനമന്ത്രി റീസെൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇന്ത്യ ഒരു ഫുഡ് സർപ്ലസ് ആയി കൺട്രി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പ്രധാനമന്ത്രിയുടെ സ്പീച്ചിൽ പറയുന്ന കാര്യം എന്നുള്ളത്. റീസെൻ്റ് ആയിട്ട് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അഗ്രികൾച്ചറൽ എക്കണോമിസ്റ്റുകളുടെ ഒരു കോൺഫറൻസ് ഇനാഗുറേറ്റ് ചെയ്യായിരുന്നു പ്രധാനമന്ത്രി. അപ്പോൾ ഈ ഒരു കോൺഫറൻസ് 65 വർഷത്തിനിടയിൽ രണ്ടാമത്തെ ടൈമാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്, ഹോസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. സെക്കൻഡ് ടൈമാണ് ഇന്ത്യ ഹോസ്റ്റ് ചെയ്യുന്നത് 65 വർഷത്തെ ഗ്യാപ്പിനുള്ളിൽ. അപ്പോൾ ഇന്ത്യയിലെ അഗ്രികൾച്ചർ വളരെയധികം ട്രാൻസ്ഫോം ചെയ്തു, ഇന്ത്യ ഫുഡ് സെക്യൂരിറ്റി അച്ചീവ് ചെയ്തു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ അഗ്രികൾച്ചർ പ്രോഗ്രസ്സിനെ അദ്ദേഹം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഫുഡ് പ്രൊഡക്ഷനിൽ ഇന്ത്യ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരുപാട് ക്രോപ്പുകളുടെ വേൾഡ്സ് ലാർജസ്റ്റ് പ്രൊഡ്യൂസറായിട്ട് മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിന് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫുഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു ഗ്ലോബൽ ലീഡറായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ രാജ്യത്തിന് പറ്റിയിട്ടുണ്ട്. അതായത് ഗ്ലോബൽ ഫുഡിലോ അതുപോലെ ന്യൂട്രീഷൻ സെക്യൂരിറ്റി, അതുപോലെ ഫുഡ് സെക്യൂരിറ്റി തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഒരു ഗ്ലോബൽ ലീഡറായിട്ട് മറ്റുള്ളവർക്ക് കൂടി മാതൃകയാവുന്ന രീതിയിലേക്ക്
നമ്മുടെ രാജ്യത്തിന് ഉയരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ രാജ്യം ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ് എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഹ്യൂമൻസും പ്ലാന്റ്സും അനിമൽസും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വൺ ഹെൽത്ത് പോലുള്ള അപ്രോച്ച് പോലെ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമ്മുടെ രാജ്യം എടുക്കുന്നതെന്നും അതുവഴിയാണ് നമുക്ക് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റിയതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കൂടാതെ നമ്മുടെ രാജ്യത്തുള്ള സ്മോൾ അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഫാമേഴ്സിൻ്റെ അവരെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ടുള്ള പോളിസികളാണ് ഗവൺമെൻറ് എടുക്കുന്നത്. അവരുടെ വെൽഫെയർ ആണ് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മുടെ രാജ്യത്തെ ഫുഡ് സെക്യൂരിറ്റിയുടെ ബാക്ക് ബോൺ ആയിരിക്കുന്ന ഇത്തരത്തിലുള്ള സ്മോൾ ഫാമേഴ്സാണ്. കൂടാതെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള അഗ്രികൾച്ചർ, സുസ്ഥിരമായിട്ട് അഗ്രികൾച്ചർ പ്രാക്ടീസസുകളാണ് ഗവൺമെൻറ് ഫോളോ ചെയ്യുന്നത്. കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള നാച്ചുറൽ ഫാമിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബഡ്ജറ്റിലും നമുക്ക് അതുമായി ബന്ധപ്പെട്ട പ്രപ്പോസൽ കാണാം. അതുപോലെ തന്നെ ക്ലൈമറ്റ് റെസിലിയൻ്റ് ആയിട്ടുള്ള സീഡ് വെറൈറ്റീസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഗവൺമെൻറ് സ്റ്റെപ്പുകൾ എടുക്കുന്നുണ്ട്. കൂടാതെ അഗ്രികൾച്ചർ മേഖലയിൽ ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ശ്രമിച്ചിട്ടുണ്ട്. ഡിജിറ്റലൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ലാൻഡ് റെക്കോർഡുകളുടെ, അതുപോലെ തന്നെ ഫാമിംഗ് ഏരിയ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് അസസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ കൃഷിക്കാർക്ക് ഫസൽ ബീമ യോജന പോലുള്ള ഇൻഷുറൻസ് സ്കീം, ക്രോപ്പ് ഇൻഷുറൻസ് സ്കീമുകൾ കൊണ്ടുവരുന്നത്, അത്തരത്തിലുള്ള ഒരുപാട് ഇനീഷ്യേറ്റീവ്സിലൂടെ ഇന്ത്യൻ അഗ്രികൾച്ചറിനെ ഒരുപാട് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളതെന്നും കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രേറ്റ് 4 റിംഗ് ബട്ടർഫ്ലൈയുമായി ബന്ധപ്പെട്ടാണ്. 61 വർഷത്തിന് ശേഷമാണ് ഈ ഒരു ബട്ടർഫ്ലൈനെ, അതായത് നമുക്ക് കാണാൻ വേണ്ടിയിട്ടും 4 വ്യക്തമായിട്ടുള്ള റിങ്ങുകൾ അതിൻ്റെ ചിറകിൽ കാണാൻ വേണ്ടിയിട്ടും. ഇത്തരത്തിലുള്ള 4 റിംഗ്ഡ് ആയിട്ടുള്ള ബട്ടർഫ്ലൈനെ 61 വർഷത്തെ ഗ്യാപ്പിനിടയിലാണ് ഇന്ത്യയിൽ വീണ്ടും കാണുന്നതായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ബട്ടർഫ്ലൈ, ഇത് എവിടെയാണ് കണ്ടത് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. ഇതൊരു വളരെ റെയർ ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ സ്പീഷീസ് ആണ്. 4 റിംഗ് ബട്ടർഫ്ലൈ എന്നാണ് വിളിക്കുക. അപ്പോൾ ഇതിലെ ഗ്രേറ്റ് 4 റിംഗ് എന്നൊക്കെ വിളിക്കാറുണ്ട്. 61 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഇന്ത്യയിൽ ഈ ഒരു ബട്ടർഫ്ലൈനെ കാണുന്നതെന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അരുണാചൽ പ്രദേശിലെ നംദഫ നാഷണൽ പാർക്കാണെന്ന് ഓർത്തുക. അപ്പോൾ നംദഫ നാഷണൽ പാർക്ക് അരുണാചൽ പ്രദേശ് ഓർത്തു വെക്കണം, വാർത്തയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു പോലീസ്മാൻ, അതുപോലെ തന്നെ റോഷൻ ഉപാധ്യായ, അതുപോലെ തന്നെ റിസർച്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, കോട്ടൺ യൂണിവേഴ്സിറ്റി എന്നൊക്കെയുള്ള റിസർച്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഇവരൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു ബട്ടർഫ്ലൈയെ കണ്ടെത്തിയുള്ളത്. ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയിൽ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തതിൽ ഈ ഒരു ബട്ടർഫ്ലൈയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ബട്ടർഫ്ലൈയെ നോക്കുമ്പോൾ ഇത് ആക്ച്വലി സാറ്ററിനെ എന്ന് പറയുന്ന ഒരു ഫാമിലിയിൽ പെട്ടതാണ്. അതുപോലെ തന്നെ നിംഫലിഡെ എന്ന് പറയുന്ന ഒരു ഫാമിലിയിലും പെട്ടതാണ് എന്ന് ഓർത്തുക. അപ്പോൾ ഇംതിമ എന്ന് പറയുന്ന ജീനസിലാണ്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ചൈനയിലാണ് മോസ്റ്റ് ഓഫ് ദ ഈ ഒരു സ്പീഷീസിനെ കാണുന്നതെന്ന് കൂടി ഓർത്തുക. ചൈനയുടെ യുനാൻ അതുപോലെ തന്നെ സിച്വാൻ പ്രൊവിൻസിലാണ് ഈ ഒരു ബട്ടർഫ്ലൈസിനെ കോമൺ ആയിട്ട് കാണുന്നത്. ഇന്ത്യയിലും ഭൂട്ടാനിലും നേപ്പാളിലും മ്യാൻമാറിലും ഒക്കെ ഈ ഒരു സ്പീഷീസിനെ കാണാറുണ്ട്. ഇന്ത്യയിൽ വളരെ റെയർ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് 61 വർഷത്തിന് ശേഷം കണ്ടെത്തിയതെന്ന് കൂടി ഓർത്തുക. ആക്ച്വലി ഇതിൻ്റെ പ്രത്യേകതയായിട്ടുള്ളത് ഇതിന് ബ്രൗൺ ആയിട്ടുള്ള ഗ്രേ വിങ്സ് ആണുള്ളത്. നമുക്കിവിടെ കാണാൻ വേണ്ടി ബ്രൗൺ ഗ്രേ വിങ്സ് ആണുള്ളത്. അതേസമയത്ത് യെല്ലോ കളറായിട്ടുള്ള റിങ്ഡ് ഐ സ്പോട്സ് ആണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിന് വ്യത്യസ്തമാക്കുന്ന ഒരു ഫീച്ചർ എന്ന് ഓർത്തുക, ഈ ഒരു ഫീച്ചേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ഗ്രേറ്റ് 4 റിംഗ് ബട്ടർഫ്ലൈ എന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കണം. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ, നമ്മൾ കണ്ടെത്തിയ ലൊക്കേഷനാണ് ഇമ്പോർട്ടൻറ്റ്. നംദഫ നാഷണൽ പാർക്ക്, ഈ ലൊക്കേഷൻ ഓർത്ത് വെക്കുക. ഇത് അരുണാചൽ പ്രദേശിലാണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് ബട്ടർഫ്ലൈയുടെ സർവൈവലിന് വളരെയധികം സ്യൂട്ടബിൾ ആയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി റിച്ച് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു നംദഫ നാഷണൽ പാർക്ക് എന്നൂടെ ഓർത്തുക. അപ്പോൾ ഇതിൻ്റെ ഡിസ്കവറിക്ക് ഇത്ര സിഗ്നിഫിക്കൻസ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നമുക്ക് ലിറ്റിൽ നോൺ മാത്രമാണ്. ഇന്ത്യയിൽ ഇത് എത്ര പോപ്പുലേഷൻ ഉണ്ട് എന്ന് പോലും നമുക്ക് കൃത്യമായിട്ടുള്ള കണക്റ്റില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ബട്ടർഫ്ലൈ റിസർച്ചുമായി ബന്ധപ്പെട്ട് കൂടുതൽ എഫേർട്ടുകൾ എടുക്കണം. പ്രത്യേകിച്ചും നോർത്ത് ഈസ്റ്റ് മേഖലയിലൊക്കെ ഒരുപാട് ടൈപ്സ് ഓഫ് ബട്ടർഫ്ലൈസ് ഉണ്ട്. ഈ ഒരു പോളിനേറ്റേഴ്സ് എന്നുള്ള രീതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള ബട്ടർഫ്ലൈസ്. അതായത് പരാഗണം, സസ്യങ്ങളുടെയും ചെടികളുടെയും ഒക്കെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബട്ടർഫ്ലൈസിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയും അവയുടെ എക്കോളജിക്കൽ റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും അവയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കൺസർവേഷൻ എഫേർട്ട് എടുക്കുന്നതും വളരെ അത്യാവശ്യമാണ് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തൊരു വാർത്ത, ഡോട്ട്സൺ ഐസ് ഷെൽഫിൽ അവിടെ മഞ്ഞുരുകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. അന്റാർട്ടിക്കയിലാണ്. അപ്പോൾ അവിടെ ഒരു അണ്ടർ വാട്ടർ സർവേ നടത്തുന്നുണ്ട്. ഈ ഒരു അണ്ടർ വാട്ടർ സർവേയിൽ അവിടെ മഞ്ഞുരുകുന്നുണ്ട്, അതായത് ഐസ് മെൽറ്റ് ചെയ്തിട്ട് കടൽ ജലനിരപ്പ് ഉയരുന്നുണ്ട് എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. അപ്പോൾ ഈ ഒരു ഡോട്ട്സൺ ഐസ് ഷെൽഫ്, അതുമായി ബന്ധപ്പെട്ട സ്റ്റഡീസാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.